വർഷത്തെ പിണറായി ഭരണത്തിൽ ധൃതംഗ പുളകിതരായിരിക്കുന്ന ജനതയ്ക്ക് മുമ്പിലേക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ശേഷം താത്വികാചാര്യനും സംഘവും അവതരിപ്പിക്കുന്ന പുതിയ പരിപാടി വന്നിരിക്കുന്നു. പാവപ്പെട്ടവരില്ലാത്ത കേരളം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ്. ഇതാ കേട്ടു നോക്കൂ. ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അതാ മനസ്സിലായോ പറഞ്ഞത്? കേട്ടല്ലോ, തൃപ്തിയായില്ലേ? ഇതിപ്പോ പറയണ്ട എന്നൊക്കെ വിചാരിച്ചാലും കാര്യങ്ങൾ അങ്ങ് നടന്നു പോകുന്ന ഒത്തുപോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കാരണം ഈ പാവങ്ങളില്ലാത്ത നിഘണ്ടു എന്ന് പറയുമ്പോഴും അങ്ങ് മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. എന്താണ്? കേരളത്തിലെ ദരിദ്രരല്ലാത്ത വികസിത ദരിദ്രമല്ലാത്ത പറഞ്ഞു. കേട്ടു നോക്ക്. വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലെ കേട്ടോ, കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളം വേറൊരു രാജ്യമായിട്ടാണല്ലോ സങ്കല്പിച്ചിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ദരിദ്ര രാജ്യങ്ങളിലെ ദരിദ്രർക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഉന്നമനത്തിലേക്ക് ഇവിടുത്തെ പാവപ്പെട്ടവരെ കൊണ്ടുപോകുമെന്നാണ്. നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു നുണ പറഞ്ഞിട്ട് നാവങ്ങ് വായിലേക്ക് ഇട്ടതല്ലേ ഉള്ളൂ. വീണ്ടും ഈ നുണ പറയണോ എന്നുള്ള ഒരു ചോദ്യം അവിടെയില്ലേ? 10 വർഷം, നീണ്ട 10 വർഷം ഞങ്ങൾ സഹിച്ചു. വീണ്ടും നുണ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരരുത്. അതൊരു അപേക്ഷയാണ്, മറ്റൊന്നും കൊണ്ടല്ല. അതിദരിദ്രരില്ലാത്തവർ എന്ന് പറഞ്ഞു. അതിദരിദ്രരില്ലാത്ത ആളുകളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇന്നിപ്പോൾ ഞാൻ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അതിദരിദ്രരായ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം. ആ വൃന്ദം ചായ കുടിച്ചത് വെറും 6 ലക്ഷം രൂപയ്ക്കാണ്. അതൊരു തെറ്റാണോ? അല്ല. ഇതിനു മുമ്പ് നമ്മൾ മുമ്പ് കേട്ടിരുന്നു. ഇന്നലെ പറഞ്ഞത് അതിദരിദ്രരല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭരിക്കുന്നതായതുകൊണ്ട് പറയുന്നതാണ്. ഇന്നലെ കേട്ടത് ചൂര വിവാദമായിരുന്നു. നമുക്കെല്ലാം കേട്ട് നല്ല ശീലമായി ഇപ്പോൾ. കാരണം ചൂരക്കറി ആയതുകൊണ്ട് ചാടി എഴുന്നേറ്റു AKG സെൻറ്ററിലേക്ക് പോയി. പിറ്റേ ദിവസം നെയ്മീൻ വാങ്ങി വെച്ചു കൊടുക്കേണ്ടി വന്ന അവസ്ഥ. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, അതിദരിദ്രർക്ക് വേണ്ടി പോരാടുന്ന പടവെട്ടുന്ന സർക്കാരാണ്. ആ സർക്കാരാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കണക്ട് ചെയ്ത് നമ്മൾ അടുത്തത് അതിന് മുമ്പത്തെ ദിവസമായിരുന്നു മഹാമനസ്കരെ ആ കഥന നമ്മുടെ മുമ്പിലേക്ക് വന്നത്. കരഞ്ഞുകൊണ്ടല്ലാതെ അത് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. മറ്റൊന്നുമല്ല, റൊട്ടി വിവാദം. അമ്മയുണ്ടാക്കി തന്ന ആ അരി കൊണ്ടുള്ള റോട്ടി, അത് അവിടെ പറയുന്നത് ഒറോട്ടി എന്നാണ്. ആ ഒറോട്ടി കഴിച്ചുകൊണ്ട് വിശപ്പടക്കിയിരുന്ന ബാല്യം, അതിൽ നിന്ന് ബ്രണ്ണൻ കോളേജിലെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നുപോയ ആ യുവാവ് പിന്നീട് വളർന്ന് പന്തലിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോർപ്പറേറ്റ് രാജാവാകുന്നു. ഇതെല്ലാം കണ്ട് നിർനിമേഷരായി നിൽക്കുന്ന മലയാളികൾക്ക് മുമ്പിലേക്കാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇലക്ഷൻ അടുത്തപ്പോൾ ഈ കഥ പറഞ്ഞുകൊണ്ടെത്തുന്നത്. സി ദിവാകരൻ്റെ കുത്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ തള്ളി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ച് നിഘണ്ടുവൊക്കെ തിരുത്താൻ പറ്റിയ ആളാണ്. കാരണം മലയാളത്തിൽ MA, MPhil, PhD, ഡോക്ടറേറ്റ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കും. എനിക്കെന്തായാലും അത്രത്തോളം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ഒരു ഭാഷാ നിഘണ്ടു തിരുത്തുമെന്നൊന്നും പറയാനുള്ള ബോധക്കേട് ഞാൻ കാണിക്കാറില്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കും വളരെ സൂക്ഷിച്ച് വേണമെന്ന് എപ്പോഴും മുതിർന്നവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തക്കാരായതുകൊണ്ട് അവർക്ക് ഇത്യാദികളൊന്നും വലിയ വശമുണ്ടാകില്ല. ഞാൻ പറഞ്ഞ ചായക്കഥ, 6 ലക്ഷം രൂപയുടെ ചായ കുടിച്ച ദരിദ്രരായ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുള്ള നാടാണിത്. അവർക്ക് കൊടുക്കാൻ പണമില്ലാതെ അരവയറിൽ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന മലയാളികളുടെ നികുതി പണത്തിൽ നിന്നാണ് ആ
പണം കൊടുക്കാൻ ഒരുങ്ങുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയ്ക്ക് മുകളിൽ ഒരു സമ്മാനപ്പൊതി എന്നോണം, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ സമ്മാനപ്പൊതി എന്നോണം കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബാധ്യതയാണ്. നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? കാരണം ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കടമെടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഇവിടെ ആകെ തുകയായിട്ട് കടത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് കുമിഞ്ഞു കിടക്കുന്ന ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവൻ എന്ന് പറയുമോ? പാവപ്പെട്ട അല്ലെങ്കിൽ പെടുത്തിയ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാവപ്പെട്ടവൻ എന്ന് പറയുന്ന വാക്ക് നിഘണ്ടുവിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്ന MV ഗോവിന്ദൻ സഖാവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഞങ്ങളുടെ കഴുത്തിന് തലയ്ക്ക് മുകളിലുള്ള ഈ പറയുന്ന 1 ലക്ഷം രൂപയുടെ ബാധ്യത ഒന്ന് മാറ്റിത്തന്നാൽ റാൻ എന്ന് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതൊന്നും മാറ്റിത്തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊന്നും ആവശ്യമില്ല. ഈ പറയുന്ന അതിദാരിദ്ര്യമില്ലാത്ത എന്ന് പറയുന്ന വാക്ക്, അത് വാക്ക് അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല, ജീവിച്ചു പോകാമല്ലോ എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ ബോധക്കേട് പറയുന്ന ആളുകളെയൊക്കെ കാര്യപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് കൊണ്ടിരുത്തുന്ന CPMൻ്റെ ഒരു ഗതികേട് പറയാതിരിക്കാനും വയ്യ. എന്തായാലും തുടർഭരണത്തിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ പിണറായി സർക്കാർ കാണിക്കുന്ന ഈ ഗിമ്മിക്കുകൾ, അത് മടുത്തുപോയ ഒരു ജനതയുടെ കരണത്തടിയാണ്. ഈ കരണത്തടിക്ക് ഞങ്ങളെ ഇങ്ങനെ പറ്റിച്ച് എന്നും മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ചൂണ്ടുവിരലുണ്ട്. ഈ ചൂണ്ടുവിരൽ മതി നിങ്ങൾ ചെയ്ത എല്ലാ പാതകങ്ങൾക്കും ഉത്തരം തിരിച്ചു നൽകാനായിട്ട്. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഈ സ്വപ്നഭൂമിയിലേക്ക് പറന്നിറങ്ങാനായിട്ട് ഓരോ മലയാളിയുടെയും അന്തരംഗം ഇങ്ങനെ സദാ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. പാവപ്പെട്ടവരിലെ പാവ അങ്ങ് മാറ്റും, പെട്ടവരാക്കി മാറ്റാനാണ് ഈ കയ്യാങ്കളി, ഈ നീക്കങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ആശാനെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളുമായിട്ട് ദൈവത്തെ ഓർത്ത് വരരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങൾ ഓരോരുത്തരും ഇതുവരെയും നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഇനിയും ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമുണ്ട്. ഈ വാർത്തകൾ എല്ലാം കാണുന്ന നിങ്ങൾ പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല, എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും രേഖപ്പെടുത്തുക. കൂടാതെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ മറ്റുള്ളവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം.